സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം വായിച്ച് പ്രാർത്ഥനയോടെ 5 മിനിറ്റ് സമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം സങ്കീർത്തനം 34 വാക്യം 8. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ. ദൈവത്തെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട് 34 സങ്കീർത്തനം ഒരു ഭക്തൻ്റെ അഥവാ ഒരു വിശ്വാസിയുടെ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അഥവാ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുന്ന 20ഓളം വിഷയങ്ങൾ ചേർത്ത് കോർത്തിണക്കിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. ഇതിൽ ആരാധനയുടെ വിഷയമുണ്ട്. 1 വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ വാഴ്ത്തുമെന്ന്. ഇതിൽ ഒരു ദൈവപൈതലിൻ്റെ പ്രശംസയുടെ വിഷയമുണ്ട്. 2 വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയിൽ പ്രശംസിക്കുമെന്ന്. ഇതിൽ ഒരു ദൈവപൈതലിൻ്റെ മഹത്വത്തിൻ്റെ വിഷയമുണ്ട്. 3 വാക്യത്തിൽ പറയുന്നു, യഹോവയെ മഹിമപ്പെടുത്തുവനെന്ന്. ഇതിൽ ദൈവത്തെ അന്വേഷിക്കുന്ന വിഷയമുണ്ട്. ഞാൻ യഹോവയെ തേടി അഥവാ യഹോവയെ അന്വേഷിച്ചു എന്ന് അർത്ഥം വരുന്ന 4 വാക്യം. ഇതിൽ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമുണ്ട്. 5 വാക്യത്തിൽ യഹോവ കേട്ടു എന്ന് നാം കാണുന്നു. ഇതിൽ വിടുതലിൻ്റെ വിഷയമുണ്ട്. 7 വാക്യത്തിൽ യഹോവ പാളയമിറങ്ങി വിടുവിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ആത്മീയ സമൃദ്ധിയുടെ അഥവാ നന്മയുടെ വിഷയമുണ്ട്. യഹോവ നല്ലവനെന്ന് 8 വാക്യത്തിൽ നാം കാണുന്നു. ഇതിൽ വിഭവ സമൃദ്ധിയുടെ വിഷയമുണ്ട്. 9 വാക്യത്തിൽ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് നാം കാണുന്നു. ഇതിൽ സംതൃപ്തിയുടെ വിഷയമുണ്ട്. 10 വാക്യത്തിൽ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് നാം കാണുന്നു. ഇതിൽ പ്രബോധനത്തിൻ്റെ വിഷയമുണ്ട്. ഞാൻ ഉപദേശിച്ചു തരാമെന്ന് 11 വാക്യത്തിൽ കാണുന്നു. ഇതിൽ നമ്മെ പരിഗണിക്കുന്ന പരിഗണനയുടെ വിഷയമുണ്ട്. 34 സങ്കീർത്തനം 15 വാക്യത്തിൽ യഹോവയുടെ കണ്ണ് എന്ന് നാം കാണുന്നു. ഇതിൽ ന്യായവിധിയുടെ വിഷയമുണ്ട്. ഇതിൽ സഹായത്തിൻ്റെ വിഷയമുണ്ട്. ഇതിൽ ദൈവത്തിൻ്റെ സാമീപ്യത്തിൻ്റെ വിഷയമുണ്ട്. 18 വാക്യത്തിൽ യഹോവ സമീപസ്ഥൻ എന്ന് നാം കാണും. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ആശ്വാസ പ്രബോധനം ഇതിലുണ്ട്. 19 വാക്യത്തിൽ നാം അതാണ് കാണുന്നത്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവ്. ഇതിൽ വീണ്ടെടുപ്പിൻ്റെ വിഷയമുണ്ട്. 22 വാക്യത്തിൽ യഹോവ വീണ്ടുകൊള്ളുന്നു എന്ന് കാണും. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സന്ധിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. പ്രത്യേകിച്ച് നാം വായിച്ച 8 വാക്യത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുമ്പോൾ ഇത് ഈ സങ്കീർത്തനക്കാരൻ്റെ ജീവിതാനുഭവം കൂടിയാണ്. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കഷ്ടതകളിൽ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ, വേദനയിൽ, പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, ജീവിതം വഴിമുട്ടിയ അനുഭവങ്ങളിൽ, കീറാമുട്ടി പോലെയുള്ള പ്രശ്നങ്ങളിൽ ദൈവത്തെ സമീപിച്ചപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തെ ധ്യാനിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തിൽ ശരണപ്പെട്ടപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ താൻ അനുഭവിച്ച നന്മകളെ ഓരോന്നായി നിരത്തി വയ്ക്കുകയാണ് സങ്കീർത്തനക്കാരൻ 34 സങ്കീർത്തനത്തിൽ ചെയ്തിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയാൻ കഴിയില്ലേ? നമുക്കും യഹോവയെ വാഴ്ത്തുവാൻ കഴിയില്ലേ? നമുക്കും യഹോവയിൽ പ്രശംസിക്കുവാൻ കഴിയില്ലേ? നമുക്കും യഹോവയെ മഹിമപ്പെടുത്തുവാൻ കഴിയില്ലേ? നമുക്കും യഹോവയെ അന്വേഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയില്ലേ? ദൈവം നല്ലവൻ രുചിച്ചറിയുവാൻ നമുക്കും കഴിയില്ലേ? തീർച്ചയായും. ആമേൻ,
ആമേൻ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി